എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ രാഹുൽ. ഇതൊരു വ്ളോഗല്ല, ഞാൻ വ്ളോഗായിട്ട് ചെയ്താണെങ്കിലും പിന്നീട് എനിക്ക് ഡബ് ചെയ്ത് ഈ രൂപത്തിലാക്കേണ്ടി വന്നതാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കരിമഞ്ഞളും കസ്തൂരി മഞ്ഞളുമാണ്. ഇതാണ് കരിമഞ്ഞൾ എന്ന് പറയുന്നതിൻ്റെ ഇല. ഇത് ശരിക്കും കരിമഞ്ഞളല്ല, നീലക്കൂവയാണ്. നീലക്കൂവയും ഇത് മഞ്ഞക്കൂവയും, അത് രണ്ടുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ശരിക്കും കരിമഞ്ഞൾ എന്ന് പറയുന്ന ഇവിടെ പറയുന്ന സാധനം. ഇത് ശരിക്കും കരിമഞ്ഞളല്ല, നീലക്കൂവയാണ്. ഈ നീലക്കൂവ അല്ല, വേറെ എന്തെങ്കിലും ആണെങ്കിലും ഇത് കരിമഞ്ഞളല്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് അതിൻ്റെ മൂട്. ഇത് ഏകദേശം ഇവിടെ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞക്കൂവ അതുപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു നീല വെർഷൻ. മറ്റേത് മഞ്ഞ കളറായിരിക്കും, ഇതൊരു നീല കളറ്. ആ ഒരു വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്. രണ്ടും ഒരുപോലത്തെ സാധനം തന്നെയാണ്. മറ്റേത് മഞ്ഞയും ഇത് നീലയും. ഇതാണ് അതിൻ്റെ മൂട്. ഇതാണ് മഞ്ഞക്കൂവ എന്ന് പറയുന്ന ഇത്. ഇതിൻ്റെ ചെടിയുടെ ഇല. മഞ്ഞക്കൂവയുടെ ഇലയും നീലക്കൂവയുടെ ഇലയും ഇതിൻ്റെ അത് മൂടും ഇത് രണ്ടും ഏകദേശം രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ നീലക്കൂവയുടെ മൂട് നീലയും മഞ്ഞക്കൂവയുടെ മൂട് മഞ്ഞയുമായിരിക്കും. അത് രണ്ടും മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ. ആ രണ്ട് വ്യത്യാസമാണ് തിരിച്ചറിയാനുള്ളത്. ബാക്കി എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് കസ്തൂരി മഞ്ഞളല്ല. കസ്തൂരി മഞ്ഞൾ വെള്ള കളറായിരിക്കും. വെള്ള കളറല്ല, ഒരുമാതിരി വെള്ള പോലത്തെ കളറായിരിക്കും. കസ്തൂരിയുടെ മണവും ഉണ്ടാവും. പക്ഷേ ഇത് ശരിക്കും മഞ്ഞക്കൂവയാണ്. ഇതിൻ്റെ മൂട് കണ്ടാൽ നല്ല മഞ്ഞയായിരിക്കും, മഞ്ഞ നിറമായിരിക്കും. ഇതിൻ്റെ വേര് പടലം, ഇതിൻ്റെ രണ്ടിൻ്റെയും മൂട്, മഞ്ഞക്കൂവരി നീലക്കൂവരി മൂട് രണ്ടും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ നിറം അത് മാത്രമാണ് വ്യത്യാസമുള്ളത്. അതിനെ കീറി മുറിച്ച് അതിൻ്റെ അകത്തെ നിറം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മൂടെടുത്തപ്പോൾ അതിൻ്റെ മൂട്ടിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ രണ്ട് വിത്തും കൂടി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വെട്ടി കഴുകി എടുത്തിട്ട് ഇതിനെ മുറിച്ച് അതിൻ്റെ അകത്തുള്ള നിറം രണ്ടിനെയും മുറിച്ചിട്ട് അതിൻ്റെ മഞ്ഞയും നീലയും വ്യക്തമായിട്ട് തിരിച്ച് ഒന്ന് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ രണ്ടും കൂടി എടുത്ത് ഒരേ സമുച്ചത്തിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇത് നീല, ഇപ്പുറത്തത് മഞ്ഞ. രണ്ടും ഒരുപോലെ, രണ്ടും നിറം മാത്രമേ വ്യത്യാസമുള്ളൂ. അത് കഴുകിയിട്ട് വ്യക്തമായിട്ട് മുറിച്ച് അതിൻ്റെ നിറം കാണിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് അതിനെ ആദ്യം കൊണ്ട് കഴുകാം. ഇങ്ങനെ അതിൻ്റെ ആദ്യം എടുത്ത നീലക്കൂവയുടെ മൂടും എടുത്തിട്ടുണ്ട്. നീലക്കൂവയുടെ ഒരു ചെറിയൊരു മൂടാണ് എടുത്തത്. അതിനെക്കൊണ്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. അത് കഴുകി എടുക്കുമ്പം തന്നെ എൻ്റെ മണ്ണൊക്കെ പോയപ്പം തന്നെ ഇത് ചെറിയൊരു നീല കളർ അതിൻ്റെ പുറമേ തന്നെ അറിയാൻ പറ്റുന്നതാണ്. പക്ഷേ അതകത്ത് മുറിച്ച് അതിൻ്റെ അകം നോക്കിയാലാണ് വ്യക്തമായിട്ട് രണ്ടിൻ്റെ കളർ അറിയാവുന്നത്. പക്ഷേ അതിൻ്റെ പുറത്ത് തന്നെ അതിൻ്റെ നീല കളർ അറിയാം, ചെറിയ തോതിൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ മഞ്ഞക്കൂവാണെങ്കിൽ ഇതിൻ്റെ കഴുകുമ്പോൾ പുറത്തത്തെ കളർ നല്ല വ്യക്തമായിട്ട് പുറത്ത് മഞ്ഞ കളർ വരും. മഞ്ഞെന്ന് പറയുമ്പോൾ ഒരുമാതിരി ഓറഞ്ച് മഞ്ഞ ആ ഒരു നിറം വരും. ഇത് നീലക്കൂവ. ഇനി ഇത് കഴിഞ്ഞിട്ട് മഞ്ഞക്കൂവയാണ് ഇനി അടുത്ത് കഴുകാൻ പോകുന്നത്. ഇതാണ് മഞ്ഞക്കൂവ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഇപ്പം തന്നെ അറിയാം, നല്ല വ്യക്തമായിട്ട് മഞ്ഞയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഇത് കഴുകിയെടുക്കുമ്പോൾ കുറേ കൂടെ നേരത്തെ മറ്റേതുപോലെ തന്നെ ഇതും കഴുകിയെടുക്കുമ്പോൾ വ്യക്തമായിട്ട് അതിൻ്റെ നിറം അറിയാൻ പറ്റും മഞ്ഞയാണെന്ന്. രണ്ട് മഞ്ഞയും കൂടി കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. കഴുകി
കുറേ നേരം വെച്ചിട്ട് തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഉണക്കി നല്ല വെള്ളം കളഞ്ഞ് വെള്ളമൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മഞ്ഞക്കൂവയും നീലക്കൂവയും രണ്ടും കൂടി എടുത്ത് ഇനി അതിൻ്റെ വേരൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് രണ്ടും കൂടി കീറി നോക്കാം. അങ്ങനെ രണ്ടും എടുത്തിട്ടുണ്ട്. ഇടത് കയ്യിൽ മഞ്ഞക്കൂവയും വലത് കയ്യിൽ നീലക്കൂവയും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വേരൊക്കെ ചെത്തി മുറിച്ച് കളഞ്ഞിട്ട് കീറി കാണിക്കാം. അങ്ങനെ കൈവി എടുത്ത് പാളയിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ രണ്ടും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം നീലക്കൂവ തന്നെ അതിവിശാലമായിട്ട് കീറി നോക്കാം. കീറി അതിൻ്റെ അകത്തത്തെ കളറ് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി കീറി നോക്കുന്നതായിരിക്കും. ഇല്ല, മഞ്ഞക്കൂവയിൽ തുടങ്ങാം. ആദ്യം അതിൻ്റെ വേരൊക്കെ വെട്ടി അതിൻ്റെ വേരൊക്കെ ചെത്തി മുറിച്ച് കളയണം. അങ്ങനെ അവസാനം നമ്മൾ മഞ്ഞക്കൂവയാണ് ആദ്യം കീറി നോക്കാൻ പോകുന്നത്. ഇങ്ങനെ വളരെ നൈസായിട്ട് വളരെ നൈസായിട്ട്, അതായത് വളരെ പതുക്കെ നമ്മൾ സാവധാനത്തിൽ അതിനെ കീറിയെടുത്തിട്ട് അതിനെ ഇളക്കി നോക്കുമ്പോൾ കണ്ട ഇങ്ങനെ നല്ല വ്യക്തമായിട്ട് അറിയാം അത് മഞ്ഞ കളറാണ്. മഞ്ഞക്കൂവ ശരിക്കും ഇതാണ് കളർ, മഞ്ഞ കളറാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ കളർ, അതായത് ഈ കളറ്. ഇത് ശരിക്കും എന്തൊരു മഞ്ഞാണെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും മഞ്ഞ തന്നെയാണ്. ഈ കളറാണ് ഇത് മഞ്ഞക്കൂവയാണ്. ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നീലക്കൂവ എടുക്കാം. നീലക്കൂവ എടുത്തിട്ട് കീറി നോക്കിയാലും അതുപോലെ നീല കളറായിരിക്കും. അതും അതുപോലെ സാവധാനത്തിൽ എടുത്തിട്ട്, അതായത് സാവധാനത്തിൽ കീറിയിട്ട് അതുപോലെ നൈസായിട്ട് ഇതിൻ്റെ ഇളക്കി നോക്കിയാൽ അത് നീല കളറാണ് എന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാൻ എടുത്തതിന് കളർ കുറവാണ്. ഇതിനേക്കാളും കളർ കൂടുതലുള്ളത് കൊണ്ട് ഇതിനേക്കാൾ നല്ല വ്യക്തമായിട്ട് നീല അറിയാൻ പറ്റുന്നത് നീല കളറുള്ളതുകൊണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ കളർ കുറവാണ്. ഇതിനേക്കാൾ ഇരുണ്ട നീല ഉള്ളതുകൊണ്ട് ഇതുമുണ്ട്. ഏകദേശം ഇതാണ് കളർ, നീല കളറാണ് നീലക്കൂവയ്ക്ക്. മറ്റേത് മഞ്ഞക്കൂവ, ഇത് നീലക്കൂവ. അത് രണ്ടുമാണ് വ്യത്യാസമായിട്ടല്ല, അത് രണ്ടുമാണ് രണ്ട് കളർ. ഈ രണ്ട് കളറും അല്ല, ഈ രണ്ട് മഞ്ഞക്കൂവയ്ക്ക് മഞ്ഞ കളർ, നീലക്കൂവയ്ക്ക് നീല കളർ, അത് മാത്രമാണ് വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം സാധനം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നീലക്കൂവയില്ല, റെയറായിട്ടൊക്കെ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാവരുടെയും മിക്കവാറും എല്ലാവരുടെയും കയ്യിലുള്ളത്, വിളയിലുള്ളത്, കൃഷി ചെയ്യുന്നത് ഈ കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞ് നമ്മളെല്ലാം ഇതുവരെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കൃഷി ചെയ്യുന്നത്, ഇനി കൃഷി ചെയ്യാൻ പോകുന്നതും ഇതാണ് സാധനം. ഈ മഞ്ഞക്കൂവയാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. ആദ്യമൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കസ്തൂരി മഞ്ഞളെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് കസ്തൂരി മഞ്ഞളല്ല, ഇത് മഞ്ഞക്കൂവയാണ് എന്നും കസ്തൂരി മഞ്ഞൾ ഇങ്ങനെയല്ല ഇരിക്കുന്നതെന്നും ഞാൻ അറിയാൻ ഒരുപാട് വൈകിപ്പോയി. പണ്ടൊക്കെ ആൾക്കാർ വീട്ടിലെന്തൊക്കെ കൃഷിയാണുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും കസ്തൂരി മഞ്ഞൾ കൃഷിയുണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ അമ്പരപ്പോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞപ്പോൾ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കസ്തൂരി മഞ്ഞളല്ല, മഞ്ഞക്കൂവയാണെന്ന്. പിന്നീടാണ് നമ്മുടെ പൂർവ്വികർ നമ്മളെ നൈസായിട്ട് പറ്റിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് മഞ്ഞക്കൂവയാണ് എന്നാണ്. ഇനി ഇത് കസ്തൂരി മഞ്ഞളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ, അപ്പോൾ ഇവിടെയുള്ളവർ എല്ലാവരും മനസ്സിലാക്കുക, ഈ സാധനം മഞ്ഞക്കൂവയല്ല, ഈ സാധനം കസ്തൂരി മഞ്ഞളല്ല, ഇത് മഞ്ഞക്കൂവയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ചങ്ങ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടുത്തം നടത്തിയിട്ട് പറഞ്ഞതല്ല. ഞാൻ യൂട്യൂബിൽ ചെറുതായിട്ട് സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടതും എനിക്ക് മനസ്സിലായതും എനിക്ക് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. ചിലപ്പോൾ തെറ്റായിരിക്കാം.